ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ശരിയായത്: ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1929 ഡിസംബറിലാണ് ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ഈ INC സമ്മേളനം നടന്നിരിക്കുന്നത് കേട്ടോ. 1929 ഡിസംബറിൽ ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ഈ ഒരു INC സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചത്. ഈ ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചത്. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതും ഈ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഓർത്തുവെക്കുക, 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതും ഈ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഭരണഘടനാ ദിനമായി തിരഞ്ഞെടുത്തത് കേട്ടോ. അതായത് റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഭരണഘടനാ ദിനം അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതായത് ഉപ്പു സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ സി 1, 2 മാത്രം ശരി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചുവടെ നൽകിയിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരത്തിനിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനം എടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനം എടുത്തത്. ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് 1942 ക്രിപ്സ് മിഷനെയാണ് കേട്ടോ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ അല്ല. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷനെ. ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. ഗാന്ധിജി
പിൻ തീയതി വെച്ച് ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ അല്ല കേട്ടോ. അത് പ്രത്യേകം ഓർത്തു വെച്ചോണേ. ഓക്കെ. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് ചേർന്ന INC യോഗത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് ചേർന്ന INC യോഗത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത്. മാവോ സേ തൂങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ബി 2, 3, 4 മാത്രം ശരി. മാവോ സേ തൂങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ: ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു, 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അപ്പോൾ മാവോ സേ തൂങ്ങുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേ തൂങ്, ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു മാവോ സേ തൂങ്, 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റു. ആര്? മാവോ സേ തൂങ്. 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് സൺയാസനായിരുന്നേ. ഓർത്തു വെച്ചോണേ, 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് സൺയാസനായിരുന്നു. സൺയാസൻ. 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് സൺയാസനായിരുന്നു. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം ശരിയാണ് കേട്ടോ. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗക്കാരായ കുരിശ്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. നോക്കിക്കേ, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗക്കാരായ കുരിശ്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. പഴശ്ശിരാജ മലബാറിലെ കോട്ടയം സ്വരൂപത്തിലെ, അതായത് കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു കേട്ടോ. തിരുവിതാംകൂർ രാജാവല്ല. തിരുവിതാംകൂറിലെ രാജാവായിരുന്നില്ലല്ലോ പഴശ്ശിരാജ. പഴശ്ശിരാജാവ് മലബാറിലെ കോട്ടയം രാജവംശത്തെ രാജാവായിരുന്നു. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയത് ആരാണ്? ഉർവശി ഭൂട്ടാലിയ. 1947 ഇന്ത്യ പാക് വിഭജന കാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളെയും ദുരിതങ്ങളെയും കുറിച്ചുള്ള വാമൊഴി ചരിത്രങ്ങൾ ആസ്പദമാക്കിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് കേട്ടോ. ഈ അതർ സൈഡ് ഓഫ് ദി സൈലൻസ്, നിശബ്ദതയുടെ മറുവശം ഓർത്തുവെക്കുക. 1947 ഇന്ത്യ പാക് വിഭജന കാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുഭവിക്കേണ്ടി വന്ന
ക്രൂരതകളെയും ദുരന്തങ്ങളെയും കുറിച്ചുള്ള വാമൊഴി ചരിത്രങ്ങൾ ആസ്പദമാക്കിയാണ് ഈ നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത് ആരാണ് രചിച്ചിരിക്കുന്നത്? ഉർവശി ഭൂട്ടാലിയ. എന്തിനെ പശ്ചാത്തലമാക്കിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയതാരാണ്? ഉർവശി ഭൂട്ടാലിയ. നിശബ്ദതയുടെ മറുവശം അല്ലെങ്കിൽ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി പശ്ചാത്തലമാക്കിയിരിക്കുന്നത് എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ. ഓക്കെ, ഈ നാലാമത്തെ ചോദ്യത്തിൽ ഒരു പോയിന്റ് ഞാൻ പറയാൻ മറന്നുപോയി, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണേ. അത് പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി കലാപം നടന്ന പീരീഡ് എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം നടന്ന പീരീഡ് 1800 മുതൽ 1805 വരെയായിരുന്നു. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. അതുപോലെ പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് 1805 നവംബർ 30 മാവിലത്തോടിൽ വെച്ചായിരുന്നു. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് 1805 നവംബർ 30 മാവിലത്തോടിൽ വെച്ചായിരുന്നു. ഓക്കെ, ഇതൊക്കെ PSC എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. പഴശ്ശി കലാപം നടന്ന പീരീഡുകൾ: ഒന്നാം പഴശ്ശി കലാപവും രണ്ടാം പഴശ്ശി കലാപവും. പഴശ്ശി രാജാവ് മരണമടഞ്ഞത് ഓക്കെ 1805 നവംബർ 30 മാവിലത്തോടിൽ വെച്ചാണ് പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത്. അതുപോലെ ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയായിരുന്നു. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആക്സിയം 4. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം. ഓപ്ഷൻ എ ഹംബൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഹംബൾട്ട് പ്രവാഹം. ബെൻഗ്വാല പ്രവാഹം ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുകൂടി ഒഴുകുന്ന ശീതജല പ്രവാഹമാണ് കേട്ടോ. ബെൻഗ്വാല പ്രവാഹം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന ശീതപ്രവാഹമാണ് ബെൻഗ്വാല പ്രവാഹം. ഒയാഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിലെ ശീതപ്രവാഹമാണ് കേട്ടോ. ജപ്പാന് സമീപത്തുകൂടിയാണ് ഒഴുകുന്നത്. പസഫിക് സമുദ്രത്തിലെ ശീതപ്രവാഹമാണ് ഒയാഷിയോ. പസഫിക് സമുദ്രം കേട്ടോ. ഒയാഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിലെ ശീതപ്രവാഹമാണ് ഒയാഷിയോ പ്രവാഹം. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണപ്രവാഹമാണ് കേട്ടോ. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഹംബൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഹംബൾട്ട് പ്രവാഹം. ബെൻഗ്വാല പ്രവാഹം ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന ശീതപ്രവാഹം. ഒയാഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിലെ ശീതപ്രവാഹം. ഒയാഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിലെ ശീതപ്രവാഹം. ഗൾഫ് സ്ട്രീം
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണപ്രവാഹം. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണപ്രവാഹം. സമുദ്രജല പ്രവാഹങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോക്കോള്. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? മോൺട്രിയൽ പ്രോട്ടോക്കോള്. 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിൽ ലക്ഷ്യം വയ്ക്കുന്നത് 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ കേട്ടോ. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനായിട്ടുള്ള ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. പാരീസ് എഗ്രിമെന്റ് ആഗോള താപനം നിയന്ത്രിക്കുന്നതിനുള്ള ഉടമ്പടിയാണ്. പാരീസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ആഗോള താപനം നിയന്ത്രിക്കുന്നതിനുള്ള ഉടമ്പടിയാണ് പാരീസ് എഗ്രിമെന്റ്. ബേസൽ കൺവെൻഷൻ അപകടകരമായ മാലിന്യങ്ങളുടെ കടത്തൽ തടയാനായിട്ട്. ബേസൽ കൺവെൻഷൻ അപകടകരമായ മാലിന്യങ്ങളുടെ കടത്തൽ തടയാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത്? 1987 മോൺട്രിയൽ പ്രോട്ടോക്കോള്. അതുപോലെ ക്യോട്ടോ പ്രോട്ടോക്കോളും വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനായിട്ടുള്ള ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോള്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, ക്യോട്ടോ പ്രോട്ടോക്കോളും മോൺട്രിയൽ പ്രോട്ടോക്കോളും. ക്യോട്ടോ പ്രോട്ടോക്കോള് ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാനായിട്ട്. ചെറിയൊരു ക്ലൂ പറഞ്ഞുതരാം. ഓസോണിനകത്ത് ഇണ്ണുണ്ടല്ലോ, ഓസോണിൻ്റെ ഇണ്ണും മോൺട്രിയലിൻ്റെ ഇണ്ണും വെച്ചാൽ ഞാനിത് എപ്പോഴും കണക്ട് ചെയ്യുന്നത്, ഓർത്ത് വയ്ക്കാനായിട്ട്. പെട്ടെന്ന് ഈ മോൺട്രിയലും ക്യോട്ടോയും കൂടെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓസോൺ എന്ന് പറയുമ്പോൾ മോൺട്രിയൽ ആ ഇണ്ണ് അങ്ങ് വെച്ച് കണക്ട് ചെയ്യും. ഓക്കെ, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റലിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സ്പാഡെക്സ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റലിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്പാഡെക്സ്. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ, അതാണ് ഈ ഡോക്കിംഗ് കേട്ടോ. ഡോക്കിംഗ് പരീക്ഷിക്കുന്നതിനുള്ള ISRO ദൗത്യമാണ് എന്ത്? സ്പാഡെക്സ്. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പരീക്ഷിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമാണ് എന്ത്? സ്പാഡെക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 and 2. ശരിയായ പ്രസ്താവനകൾ: സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂവ്. താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂവ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിൽ വീശുന്ന കാറ്റ് ചീനൂക്കാണ് കേട്ടോ. ചീനൂക്ക് എന്ന ഉഷ്ണക്കാറ്റാണ് കേട്ടോ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിൽ നിന്ന് വീശുന്നത് ചീനൂക്ക് എന്ന ഉഷ്ണക്കാറ്റാണ്. ഫൊന്നല്ല, ചീനൂക്കാണ്. ചീനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിൽ നിന്ന് വീശുന്നത് ചീനൂക്ക് എന്ന ഉഷ്ണക്കാറ്റാണ്. ഞാൻ അത് റോക്കിയുടെ ഇക്കായും ചീനൂക്കിൻ്റെ ഇക്കായും വെച്ചാണ് ഓർക്കുന്നത്. ഞാൻ മിക്കവാറും ഓരോ അക്ഷരങ്ങളൊക്കെ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. വേറെ വലിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കത്തില്ല. ഏറ്റവും ചെറിയ രീതിയിൽ ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കും കേട്ടോ.
കാരണം ഈ ഫൊന്നും ചീനൂക്കും ഒക്കെ കൂടി കാണുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി ചെരുവിൽ നിന്ന് വീശുന്നത് ചീനൂക്ക്, ഇക്ക വെച്ച് ഓർക്കും. റോക്കിയുടെ ഇക്കായും ചീനൂക്കിൻ്റെ ഇക്കായും. അതുപോലെ ഫൊന്ന് വീശുന്നത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിലാണ് കേട്ടോ. ഫൊന്ന് വീശുന്നത് ഫൊൻ വീശുന്നത് ഈ ഫൊന്നെന്ന് പറയുന്ന ശീതക്കാറ്റ് വീശുന്നത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിൽ നിന്നാണ്. ഓക്കെ, ആ 2 പോയിന്റ് ഓർത്ത് വെക്കുക. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരുവിൽ നിന്ന് വീശുന്നത് ചീനൂക്കാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരകളിലാണ് എന്ത്, ഫൊന്ന് വീശുന്നത്. ഓക്കെ, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകമാണ് ചിൽക്ക തടാകം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകം, അതായത് ലവണ തടാകമാണ് ചിൽക്ക തടാകം. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ തടാകമാണ് ചിൽക്ക തടാകം. റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ തടാകം, അതായത് 1981 റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ തടാകമാണ് ചിൽക്ക തടാകം. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്ത് വെച്ചോണേ. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകം, അതായത് ലവണ തടാകമാണ് ചിൽക്ക തടാകം. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ തടാകമാണ് ചിൽക്ക തടാകം 1981. ഓക്കെ, ഇവിടെ എന്താണ്? ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും ബി എസ് ചോദിക്കുന്ന സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന്. നർമ്മദ നദിയിലാണ്. നർമ്മദ നദിയിൽ. ഓക്കെ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഏത് പദ്ധതിയാണ്? ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന പദ്ധതി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ബി 10ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി. 2005 NREGA അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആക്ട് പാസ്സാക്കി 2006 ഫെബ്രുവരി 2 നടപ്പിലായി കേട്ടോ. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതായത് NREGA ആക്ട് 2005 പാസ്സായി. അത് 2006 ഫെബ്രുവരി 2 ഈ പദ്ധതി നടപ്പിലാക്കി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലായത് 2006 ഫെബ്രുവരി 2 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 2009 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGS എന്ന് പുനർനാമകരണം ചെയ്തു. ഓർത്തു വെച്ചോണേ.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് 2009 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് MGNREGS എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അതായത് ഈ തന്നിരിക്കുന്നതെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. ചോദിച്ച ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണെന്ന്. അപ്പോൾ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അതിനർത്ഥം ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പോൾ താഴെ പറയുന്നതിലെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഓർത്തു വെച്ചോണം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിലെ നീതിയുടെ NITA പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം നടന്നൊരു പരീക്ഷയ്ക്ക് അതിന്റെ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണ രൂപം ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണ രൂപം NITA പൂർണ്ണ രൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അപ്പം നിലവിലെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ ഉപ അധ്യക്ഷൻ അശോക് കുമാർ ലാഹിരിയാണ്. ഓർത്തു വെച്ചോണേ, നീതി ആയോഗിന്റെ നിലവിലെ ഉപ അധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO അനുരാഗ് ജെയിൻ ആണ്. പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളാണ്. ഓർത്തു വെച്ചോണം, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിലവിൽ അനുരാഗ് ജെയിൻ ആണ്. അനുരാഗ് ജെയിൻ. ഓക്കെ, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം: ഓപ്ഷൻ ഡി, സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു കേട്ടോ 12ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം: ഓപ്ഷൻ സി, കർണാടക. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനികളാണ് കേട്ടോ. സ്വർണ്ണഖനികളായ കോലാർ, ഹട്ടി എന്നിവ കർണാടകയിലാണ് കേട്ടോ. ഈ കോളാർ കൂടാതെ കോളാർ, ഹട്ടി ഉണ്ട് വേറെ ഒരെണ്ണം, അതും കർണാടകയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനികളായ കോളാർ, ഖട്ടി എന്നിവ കർണാടകയിലാണ്. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഓപ്ഷൻ എ, അമർത്യ സെൻ. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? അമർത്യ സെന്നിന്റെ. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്:
ഓപ്ഷൻ ബി ആഡം സ്മിത്ത്. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ കുറയ്ക്കണം എന്ന ആശയമാണ് കേട്ടോ ഇത്. ഈ ലെസഫെയർ എന്നതിൻ്റെ ആശയം എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ കുറയ്ക്കണം. ലെസഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ഇത് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ലെസഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഓർത്തു വെച്ചോണം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ഓർത്തു വെച്ചോണം, ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ഈ പോയിന്റ്സ് ഒക്കെ PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയി 1934 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയി ആണ് കേട്ടോ, 1934. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യത്തെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ ബി ആമുഖം. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം. PSC എപ്പോഴും ചോദിക്കാറുണ്ട്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണെന്ന്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം. ആയിരത്തി 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇത് 1947 ജനുവരി 22 സഭ അംഗീകരിച്ചു. ഇതാണ് പിന്നീട് ആമുഖമായി മാറിയത്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വയ്ക്കുക. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇത് 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം സഭ അംഗീകരിച്ചു. പിന്നീടാണിത് ആമുഖമായിട്ട് മാറിയത്. ഓക്കെ. ഇന്ത്യൻ പൗരൻ. ഓക്കെ, 22ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഈ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുക. 22ാമത്തത്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറണ്ടോ എന്ത് അധികാരത്തിൽ? പ്രൊഹിബിഷൻ റദ്ദാക്കുക. റിട്ടുകളും അതിൻ്റെ അർത്ഥമാണ്. ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറണ്ടോ എന്ത് അധികാരത്തിൽ? പ്രൊഹിബിഷൻ റദ്ദാക്കുക.
പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഇംഗ്ലീഷിലെ മീനിങ് എന്താ, തടയുക എന്നാ. തടയുക, റദ്ദാക്കുക. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രൊഹിബിഷൻ, റദ്ദാക്കുക എന്ന്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഓപ്ഷൻ ഡി, നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? നിർദ്ദേശക തത്വങ്ങളിൽ. വകുപ്പ് 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ഏതാണ്? വകുപ്പ് 44, അതായത് യൂണിഫോം സിവിൽ കോഡ്, UCC, ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 44 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? നിർദ്ദേശക തത്വങ്ങളിൽ. വകുപ്പ് 44 എന്താണ്? ഏകീകൃത സിവിൽ കോഡ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ലോകസഭാ സ്പീക്കർ ഓം ബിർള. ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, ലോകസഭാ സ്പീക്കർ ഓം ബിർള. BNSSന്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ സി, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. BNSSന്റെ പൂർണ്ണരൂപം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പഴയ CRPCക്ക് പകരമായി കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമമാണ് ഈ BNSS. 2024 ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. ഓർത്തു വെച്ചോണേ. പഴയ CRPCക്ക് പകരമായിട്ട് കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമമാണ് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇത് പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1 മുതലാണ്. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. ഓർത്തു വയ്ക്കുക, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ചത് എന്ന് മുതലാണ്? ഓപ്ഷൻ എ, 2018. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ചത് എന്ന് മുതലാണ്? 2018. കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം? ഓപ്ഷൻ സി, കേരളം. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം നടപ്പിലാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളം. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് എന്ന സ്ഥലത്തുമാണ്? ഓപ്ഷൻ ഡി, 2007 തിരുവനന്തപുരം. കേരള കടാശ്വാസ കമ്മീഷൻ 2007 രൂപീകരിച്ചത്. അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചത് 2007, വർഷം 2007. അതിന്റെ ആസ്ഥാനം, കേരള കർഷക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഗാർഹിക പീഡന നിയമ ബില്ല് ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്?
ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. ഗാർഹിക പീഡന നിരോധന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 ഓർത്തു വെച്ചോണം. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 കേട്ടോ. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാമാണ് രാഷ്ട്രപതി. ഈ നിയമം നിലവിൽ വന്നത്, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA ഒരു ഡാഷ് സ്ഥാപനമാണ്. ഓപ്ഷൻ ബി നിയമാനുസൃത സ്ഥാപനമാണ്. നിയമാനുസൃത സ്ഥാപനം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. SDMA ഒരു നിയമാനുസൃത സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2005 ദുരന്ത നിവാരണ നിയമം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 അനുസരിച്ച് രൂപീകരിച്ച സ്ഥാപനമാണ് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് രൂപീകരിച്ചതാണ്. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ കെ. മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. കട്ട കെ എന്നങ്ങ് ആലോചിച്ചാൽ മതി കേട്ടോ. കട്ട എന്ന് പറയുമ്പോൾ കായും കെയും കൂടെ അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ വേറൊരു പേരാണ് ഫൈലോക്വിനോൻ. ഓക്കെ, അപ്പോൾ എന്താണ്? മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ കെ. വിറ്റാമിൻ ഡി ആണെങ്കിലോ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ അത് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള വിറ്റാമിൻ ആണ് കേട്ടോ. വിറ്റാമിൻ ഡി അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായതാണ്. അതുപോലെ അത് വിറ്റാമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. പ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി കേട്ടോ. പ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ എ, കാഴ്ചശക്തിക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോക ആരോഗ്യ സംഘടന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7 ഓർത്തു വയ്ക്കുക. ലോക ആരോഗ്യ സംഘടന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7 ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് വിൽസൺ ആണ്. ഓർത്തു വെച്ചോണം, ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് വിൽസൺ ആണ്. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ് കേട്ടോ. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കേട്ടോ. പെൻസിലിൻ, ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ,
പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അപ്പോൾ നോക്കിക്കുക, എന്താണ് ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഓപ്ഷൻ എ ഫീമർ. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ, അതായത് തുടയെല്ല് കേട്ടോ. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ലാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് കേട്ടോ, ചെവിയിലെ അസ്ഥി. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ് സ്ഥിതി ചെയ്യുന്നത് ചെവിയിലാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? അതായത് ഏറ്റവും വലിയ അസ്ഥി, അത് ഫീമർ ആണ്. ഫീമർ ഫീമർ എന്ന് വെച്ചാൽ തുടയെല്ല്. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഓപ്ഷൻ സി പ്ലാസ്മോഡിയം. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവയാണ് കേട്ടോ. പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവയാണ്. പെൻ അനോഫിലസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. പെൻ അനോഫിലസ് കൊതുകുകൾ. അപ്പോൾ മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവയാണ്. പെൻ അനോഫിലസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. മലേറിയ പരത്തുന്നത് പെൻ അനോഫിലസ് കൊതുകുകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മനുഷ്യ ത്വക്കിന്റെ നിറം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം മനുഷ്യന്റെ ത്വക്കിന്റെ നിറം. പോളിജനിക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പോളിജനിക് എന്ന് വെച്ചാൽ ഒന്നിലധികം ജീനുകൾ ചേർന്ന് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതാണ് ഈ പോളിജനിക് എന്ന് പറയുന്നത് കേട്ടോ. പോളിജനിക് പാരമ്പര്യം എന്ന് വെച്ചാൽ ഒന്നിലധികം ജീനുകൾ ചേർന്ന് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം മനുഷ്യന്റെ പൊക്കം, ത്വക്കിന്റെ നിറമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണമാണ് മനുഷ്യന്റെ ത്വക്കിന്റെ നിറം, പൊക്കമൊക്കെ, അതായത് ഉയരമൊക്കെ. മനുഷ്യന്റെ ഉയരം, മനുഷ്യന്റെ ത്വക്കിന്റെ നിറമൊക്കെ ഈ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണങ്ങളാണ്. ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ISM പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. ഏത് മന്ത്രിസഭയ്ക്ക് കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ISM പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. സെമി കണ്ടക്ടർ തന്നെ എന്താ ഇലക്ട്രോണിക്സിലല്ലേ വരുന്നത്? സെമി കണ്ടക്ടർ എന്താ ഇലക്ട്രോണിക്സിലാണ് ഈ സെമി കണ്ടക്ടർ ഒക്കെ ഉള്ളത്. അപ്പോൾ അത് വെച്ചങ്ങ് ഓർത്താൽ മതി. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭയിലാണ്. സെമി കണ്ടക്ടർ എന്താ? ജർമ്മേനിയം, സിലിക്കൺ, ഈ ചിപ്പുകളൊക്കെ എന്താ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലല്ലേ ഉപയോഗിക്കുന്നത്. ഓക്കെ, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ സി വിസരണം. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ്? വിസരണം. ദാറ്റ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. (25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 0. 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം 0 ആയിരിക്കും കേട്ടോ. ഓർത്ത് വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോണം. നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം എപ്പോഴും 0 ആയിരിക്കും. നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം 0 ആയിരിക്കും. അതായത് ഫ്രീ ഫാള്, നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം എപ്പോഴും 0 ആയിരിക്കും.
ഓക്കെ. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഓപ്ഷൻ എ അനുരണനം. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മ ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏതു പ്രതിഭാസമാണ്? അനുരണനം. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ. സ്പേസിൽ, അതായത് ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. 1984 കേട്ടോ സോയൂസ് T11 എന്ന പേടകത്തിൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്. 1984 സോയൂസ് T11 എന്ന പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത് കേട്ടോ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിത കൽപ്പന ചൗളയാണ് കേട്ടോ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയാണ്. ഓർത്തു വെച്ചോണേ. അപ്പോൾ ബഹിരാകാശത്ത്, അതായത് സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. സ്പേസിൽ, അതായത് ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരി കൽപ്പന ചൗളയാണ്. 1997 കേട്ടോ. കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയത് 1997. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത് 1984. ഓക്കെ. റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏതാണ്? ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്. താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏതാണ്? സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏതാണ്? അമോണിയം നൈട്രേറ്റ്. അമോണിയം നൈട്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? NH4NO3 ആണ്. NH4NO3. ഓക്കെ, NH4NO3. അപ്പോൾ ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏതാണ്? അമോണിയം നൈട്രേറ്റ്, NH4NO3. താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകമേത്? ഓപ്ഷൻ ബി ബിസ്മത്ത്. താഴെ പറയുന്നതിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ബിസ്മത്താണ്. നൈട്രജന്, ആന്റിമണി, ആഴ്സനിക് ഇതൊക്കെ രൂപാന്തരത്വം കാണിക്കുന്നവയാണ് കേട്ടോ. നൈട്രജൻ, ആന്റിമണി, ആഴ്സനിക് ഇതൊക്കെ രൂപാന്തരത്വം കാണിക്കുന്നവ. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം? ഓപ്ഷൻ സി ആൻജി ഘട്ട്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ആൻജി ഘട്ട്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമായ ആൻജി ഘട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമായ ആൻജി ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? ഓപ്ഷൻ സി എയ്ഡൻ മാർക്രം. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് എയ്ഡൻ മാർക്രം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ശരിയായ ജോഡികൾ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശരിയായ ജോഡികൾ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. ഓർത്തു വെച്ചോണം, പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത് ആത്മവിദ്യാസംഘമാണ്. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത് ആത്മവിദ്യാസംഘം. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ.
എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3 മാത്രം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ് കേട്ടോ, ഓർത്തു വയ്ക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ചത്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 1993 ലഭിച്ചിരിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഓർത്തു വയ്ക്കുക എന്താണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. 1993 ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. ഓർത്തു വയ്ക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. ഓർത്തു വെച്ച് എന്തൊക്കെയാണ്? ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവന്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്ക്. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഓർത്തു വയ്ക്കുക. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ അവാർഡ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു, ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. 1, 2, 3. നോക്കിക്കേ, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. വിഷു പുതുവർഷ ആരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ചുള്ള ശരിയായവ. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. വിഷു പുതുവർഷ ആരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഓപ്ഷൻ ഡി 2 മാത്രം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവര് PR ശ്രീജേഷ്, മനു ഭാക്കറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷ്, മനു ഭാക്കർ. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷന് 3 മാത്രം. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് അമാവാസി, ഗസല്, മാനസാന്തരം. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് അമാവാസി, ഗസല്, മാനസാന്തരം. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ് ആരാച്ചാര്, മീര സാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിന്. അപ്പോൾ KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ് ആരാച്ചാര്, മീര സാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിന്. ഈ കൃതികളിൽ തന്നെ PSC പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളവയാണ് ആരാച്ചാര്, ആവേ മരിയ, ഗില്ലറ്റിന്. ഇതിൽ ആരാച്ചാര് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ആരാച്ചാര് ആരുടെ കൃതിയാണെന്ന്? KR മീരയുടെ. അതുപോലെ തന്നെ ആവേ മരിയ, ഗില്ലറ്റിന്. ഞങ്ങളുടെ ഈ കോട്ടയത്തുള്ളൊരു ബസ്സാണ് ആവേ മരിയ. അപ്പോൾ അത് മീരയുടെ ആണെന്ന് ഓർക്കണം. KR മീരയുടെയും. ആവേ മരിയ കോട്ടയത്തുള്ളൊരു ബസ്സാണ്, ഫേമസ് ആയിട്ടുള്ള ബസ്സാണ് ആവേ മരിയ. ഞങ്ങളുടെ ഇതിലേക്ക് ഓടുന്ന. അപ്പം എന്താണ്? KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവ ആരാച്ചാര്, മീര സാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിന്. ഓക്കെ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ?
ഓപ്ഷൻ സി എല്ലാം ശരിയാണ് കേട്ടോ. 1, 2 ആൻഡ് 3. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-നായിരുന്നു ഇത് നടന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-നായിരുന്നു ഇത് നടന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ പങ്കെടുത്തു. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 and 2 മാത്രം. ഒന്നാം സ്ഥാനം ശരിയായത്. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ശരിയായത് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, രണ്ടാം സ്ഥാനം സ്വീഡന്. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് പ്രകാരം 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ശരിയായത് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, രണ്ടാം സ്ഥാനം സ്വീഡൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫ്രീഡം 2-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. GNU ഓർ ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവനകൾ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫ്രീഡം 2-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. GNU ഓർ ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി 3. താഴെ പറയുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്നത് CAN ആണ് കേട്ടോ. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കാണ് കേട്ടോ. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഈ സ്കൂൾ ക്യാമ്പസിലൊക്കെ വരുന്നത്. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതായത് മാൻ എന്ന് പറയുന്നത് ഒരു നഗരത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് പറയുന്നത് ഒരു നഗരത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവയാണ്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. താഴെ തന്നിരിക്കുന്നതിൽ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. PSC എപ്പോഴും ചോദിക്കാറുണ്ട്, ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന്. മോഡം. ഓക്കെ. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി സംരക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ സാത്തി. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് സാത്തി. സൈബർ ക്രൈം ഇരകൾക്ക് ജുഡിറിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം. ഓപ്ഷൻ സി E0 FIR. സൈബർ ക്രൈം ഇരകൾക്ക് ജുഡിസ്ട്രിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈൻ FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം E0 FIR.
സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ പേൾ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണമാണ് പേൾ. C++, ജാവ ബേസിക് ഇതൊക്കെ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ഭാഷകളാണ് കേട്ടോ. C++, ജാവ ബേസിക് ഒക്കെ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ഭാഷകളാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഉദാഹരണമാണ് പേൾ. പേൾ, PHP, പൈത്തൺ ഒക്കെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഉദാഹരണങ്ങളാണ്. പേൾ കൂടാതെ PHP, പൈത്തൺ ഒക്കെ വരും. C++, ജാവ ബേസിക് ഒക്കെ നമുക്കറിയാമല്ലോ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ഭാഷകളാണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം. ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി മുകളിലുള്ളതെല്ലാം. താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. അത് എന്താണ്? പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയിൽ ലോകസഭാ പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും അംഗങ്ങളാണ്. രാഷ്ട്രപതിയാണ് ഈ വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത് കേട്ടോ. ആരുടെ ശുപാർശ പ്രകാരമാണ്? ലോകസഭാ പ്രതിപക്ഷ നേതാവിൻ്റെ. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയിൽ ലോകസഭാ പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും അംഗങ്ങളാണ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് വിവരാവകാശ ഓഫീസറെ. ഓക്കെ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം. ഓപ്ഷൻ സി 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നടപ്പിലാക്കിയ വർഷം 2012. പോക്സോ ആക്ട്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14 കേട്ടോ. പോക്സോ ആക്ട് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ പൂർണ്ണരൂപം എപ്പോഴും പേസ് ചോദിക്കാറുണ്ട്. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഇത് നിലവിൽ വന്നത് 2012 നവംബർ 14. അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം എന്ന് പറയുന്നത് എന്താണ്? പോക്സോ ആക്ട്. ഈ പോക്സോ ആക്ട് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഇത് നിലവിൽ വന്നത് 2012 നവംബർ 14. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ സി ദുരന്ത നിവാരണ നിയമം 2005.
താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ദുരന്ത നിവാരണ നിയമം 2005. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 2025 ഓഗസ്റ്റില് യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഓക്കെ, ഇനി ഇതിലെ ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം വ്യാകരണം, മാത്സ് അതൊരു വേറെ ക്ലാസ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, സെപ്പറേറ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ ഈ ഒരു ചോദ്യപേപ്പറിലെ 70 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 10th മെയിൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ VFAയുടെ സിലബസ് അനുസരിച്ചുള്ള 10th മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ 70 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ, നന്നായിട്ട് തന്നെ പഠിക്കുക. സിലബസ് നിങ്ങൾ കണ്ടു കാണും. സിലബസ് എടുക്കാത്തവർ നമ്മുടെ സ്റ്റഡിവിൻ PSCയുടെ ടെലഗ്രാം ചാനലുണ്ട്, സിലബസ് ഒന്ന് പോയി നോക്കുക. 10th മെയിൻസിൻ്റെ സിലബസ് തന്നെയുള്ളൂ. ഓക്കെ, 10th മെയിൻസിൻ്റെ സിലബസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡിവിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം മാർക്ക് ചെയ്ത PDF കിട്ടും ടെലഗ്രാം ചാനലിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്